ഹലോ കുട്ടീസ്, പനി പിടിച്ചാൽ എല്ലാവരും റസ്ക്കും പൊടിയരികഞ്ഞിയൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. പക്ഷേ എനിക്ക് പനിയിൽ കുഴിമന്തി തിന്നാനാണ് ആഗ്രഹം തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ആലങ്കോട് സഹറിൽ മന്തിയിലോട്ട് പോയി. ഞാനൊരു മന്തി ഫാനൊന്നും അല്ലായിരുന്നു, പക്ഷേ സഹറിൽ മന്തിയിലെ മന്തി എന്നെ ഒരു മന്തി ഫാനാക്കി മാറ്റി കഴിഞ്ഞു ഗൈസ്. ഞാനും അച്ഛനും അമ്മയും നേവട്ടനും കൂടെയാണ് മന്തി കഴിക്കാനായിട്ട് പോയത്. മെനു കാർഡ് വന്ന ഉടനെ നേവട്ടനും ഞാനും കൂടെ അടിയായി. സംഭവം ഏത് മന്തി ഓർഡർ ചെയ്യുന്നുള്ള ചർച്ചയായിരുന്നു നമ്മൾ രണ്ടുപേരും നടത്തിക്കൊണ്ടിരുന്നത്. അവസാനം നമ്മൾ രണ്ടുപേരും കൂടെ നോർമൽ മന്തിയാണ് ഓർഡർ ചെയ്തത്. മന്തി ടേബിളിൽ കൊണ്ട് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. നേവട്ടൻ ചിക്കൻ കാലും കൊണ്ട് ഒരൊറ്റ പോക്കായിരുന്നു. ചിക്കൻ കാലം അവൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു ചേട്ടൻ 2 ബലൂണും കൊണ്ട് വന്നു. ഇത് കണ്ടത് നേവട്ടൻ മന്തിയും കളഞ്ഞ് ബലൂൺ വാങ്ങിക്കാനായിട്ട് ഓടിപ്പൊക്കളഞ്ഞു. അങ്ങനെ ബലൂണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നേവട്ടൻ ഒരു സൈഡിൽ എടുത്തിട്ട് നേവട്ടന്റെ ചിക്കൻ കാലും കൊണ്ട് ഞാനങ്ങ് തട്ടാൻ തുടങ്ങി. അങ്ങനെ വയറ് നിറയെ കഴിച്ചിട്ട് ബില്ലെടുക്കാനായിട്ട് വന്നപ്പോഴാണ് നേവട്ടന് ഗോലി സോഡ വേണമെന്നും പറഞ്ഞ് കരച്ചില്. മോനെ, നിനക്ക് ഗോലി സോഡ കഴിക്കാൻ പ്രായമായില്ലടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവനെയും പിടിച്ചോണ്ട് പോയപ്പോൾ അവന്റെ ബലൂണ് താഴെ വീണുപോയി. അപ്പോഴാണ് ബലൂണ് തള്ളിയിട്ടേന്നും പറഞ്ഞുകൊണ്ട് പരാതിയും പറഞ്ഞ് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് കൈ കഴുവാൻ ചെന്നപ്പോൾ അവിടെ ഒരു നീണ്ട ക്യൂ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്താണ് കൈ കഴുകിയത്. കയ്യും കഴുകി പുറത്തോട്ട് ഇറങ്ങിയത് നേവട്ടൻ്റെ ബലൂൺ പൊട്ടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നേവട്ടൻ കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു ചേട്ടൻ ഒരു പുതിയ ബലൂൺ കൊണ്ട് കൊടുത്തു. എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യം ഈ സമയം കൊണ്ട് ഇവൻ എങ്ങനെ ഈ ബലൂൺ പൊട്ടിച്ചെന്നാണ്. അങ്ങനെ ഫുഡും കഴിച്ചത് ആ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ സഹർ മന്തിയിൽ വന്നിട്ട് ആ വീഡിയോ എടുക്കാതെ പോണ ശരിയല്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിന്ന് വീഡിയോ എടുത്തു. എൻ്റെ ലുക്ക് കണ്ട് നിങ്ങളാരും പേടിക്കേണ്ട, പനി പിടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ നേവട്ടനെ പൊക്കെ എടുത്ത് കാറ് കയറ്റാനായിട്ട് അച്ഛൻ കൊണ്ടുവരുന്നത് ആ ബലൂൺ വീണ്ടും പറന്നുപോയി. ഈ ബലൂണിനൊക്കെ എന്താണ് കുഴപ്പമെന്ന് അറിയാമേ, അടങ്ങി ഒരുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാൻ വയ്യ പോലും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബലൂണും താങ്ങി പിടിച്ച് യാത്ര തുടങ്ങിയപ്പോഴാണ് ഇതാ റോഡ് നിറയെ ചെളിവെള്ളം. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ ചെളിവെള്ളമൊന്നും കണ്ടതേ ഇല്ല, കാരണം വിശപ്പിന്റെ വിളി അത്രയും വലുതായിരുന്നു. ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോകുന്ന പ്രതീതിയിലാണ് ഞാൻ ഈ ചെളിവെള്ളമൊക്കെ ചാടിക്കടന്നു പോയത്. തെറ്റുവെല്ലാം വീണെങ്കിൽ പണി പാളിയനായിരുന്നു. മന്തി തന്നിട്ട് കാലൊടിഞ്ഞ അവസ്ഥയായിപ്പോയനെ. തെന്നിയൊന്നും വീഴാതെ ഒരു വിധത്തിൽ സൈഡ് പിടിച്ച് എങ്ങനെയെങ്കിലും കാറിന്റെ സൈഡിലോട്ട് എത്തി. കാലത്തെ പിന്നെ മെയിൻ ടാസ്ക് നേവട്ടനെ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റുക എന്നുള്ളതാണ്. കടകൾ കണ്ടാൽ പിന്നെ പയ്യൻ അകത്ത് കയറൂല. പിന്നെ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കാറിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റി. കാറ് കയറണമെങ്കിൽ അവൻ്റെ ബലൂൺ കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ വാശി പിടിച്ചു. പിന്നെ ബലൂൺ കൊടുത്ത് അപ്പോഴാണ് പയ്യൻ അകത്ത് കയറിയത്. പനിയായിട്ട് മന്തി കഴിച്ച സന്തോഷം എനിക്കും, ബലൂൺ കിട്ടിയ സന്തോഷം അവനും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, സീ യു.